ഗുഡ് ബാഡ് അഗ്ലി നമ്മുടെ എ.കെ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം, അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ആദിക് രവിചന്ദ്രനാണ് അതിൻ്റെ ഡയറക്ടർ. മൈത്രി ഒരു പാട്ടോട് കൂടിയായിരുന്നു. അതായിരുന്നു തൃഷ, പ്രഭു, സുനിൽ, പ്രസന്ന. വെച്ചിട്ടുണ്ടല്ലേ നമ്മുടെ ഷൈൻ, അർജുൻ ദാസ്. പഴയ വിൻറ്റേജ്, പഴയ ലുക്ക് വേറെ. പ്രായം കുറവുള്ളത് രണ്ട് പിടിച്ചേക്കുന്ന അടിപൊളിയാണ്. അർജുൻ ദാസ് ആണോ മെയിൻ വില്ലൻ? മങ്കാത്തയുടെ റെഫറൻസ്. പക്ഷെ ആ കട്ടും ആ ബീറ്റൂടെ അവർ മിക്സ് ചെയ്തേക്കുന്ന അടിപൊളിയാ. പ്രസൻ നമ്മുടെ സലാറിലെയും ഇമ്പ്രാനിലെയൊക്കെ കാർത്തികേയാന്ന് തോന്നുന്നു മകനായിട്ട്. ഏരിങ്ക പോയ എന്തു പോയത്? അധിക് ഗുഡ് ബാഡ് അഗ്ലി. ആ സിമ്രാനുണ്ട്. April 10th. എന്താ എനിക്ക് ഫസ്റ്റ് ടീസറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വേർഷൻ പോലെയാണ് ഇത് തോന്നിയത്. അതിനകത്ത് കാണിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ട്രെയിലർ കാണിച്ച പോലെയാണ് തോന്നിയത്. പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു ടോട്ടൽ പരിപാടി എന്നുള്ളത് കംപ്ലീറ്റ്ലി മനസ്സിലാകാത്ത രീതി തന്നെയാണ്. ആളൊരു ഗ്യാങ്സ്റ്റർ സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഒന്ന് ബാക്കി നിൽക്കിയ സമയത്ത് പുതിയ വില്ലന്മാർ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു, പുള്ളി പിന്നെയും കളത്തിലിറങ്ങുന്നു, ആ ഒരു സെറ്റപ്പായിരിക്കും. പക്ഷേ ആദിക് രവിചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നമ്മുടെ മാർക്ക് ആൻ്റണി കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു മേക്കിംഗ് സ്റ്റൈലും ഒരു ഭയങ്കര കളർഫുള്ളായിരിക്കും ഒരു സിനിമ എന്ന് പറയുന്നത്. ആ ഒരു വൈബുണ്ട്. എസ്പെഷ്യലി അദ്ദേഹം ഈ നമ്മുടെ എ.കെയുടെ ഭയങ്കര ഒരു ഫാനാണ്. സോ നമ്മുടെ നെൽസൺ നമ്മുടെ രജനീകാന്ത് സാറിന് കൊടുത്ത ജയിലർ കൊടുത്ത പോലെ, അല്ലെങ്കിൽ മാസ്റ്റർ എങ്ങനെയാണോ ലോകേഷ് കനകരാജ് വിജയണ്ണന് കൊടുത്തത്, ആ ഒരു സെറ്റപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് ഫാൻ ബോയ്സ് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു അവർക്ക് കറക്റ്റായിട്ട് അവരുടെ ഹീറോ എങ്ങനെ യൂസ് ചെയ്യണമെന്നറിയാം. അതൊരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ജി.വി. പ്രകാശ് വന്നിട്ട് മ്യൂസിക്കിൽ എനിക്ക് എസ്പെഷ്യലി എൻ്റെ കട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു മ്യൂസിക് ഇടുന്നു, കട്ട് ഒരു ടിപ്പിക്കൽ സാധനമാണ്, പക്ഷെ എന്നാൽ പോലും ഇത് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര അത് എഡിറ്റ് ചെയ്യുന്ന സമയത്തറിയാം അത് എത്ര ഷോട്ടുകൾ വെച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. പക്ഷെ അത് പക്കായിട്ട് ഒരു ഫൈറ്റും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടും കറക്റ്റ് മാച്ച് ചെയ്യുന്നു. പിന്നെ എസ്പെഷ്യലി മ്യൂസിക്കായിട്ട് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആകുന്നുണ്ട്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. April 10th ഇപ്പോൾ നമ്മുടെ എല്ലാ നായകന്മാരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ കിടിലൻ എൻ്റർടൈനറുമായിട്ട് നമ്മുടെ എ.കെ. പിന്നെ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അർജുൻ ദാസ് ഉണ്ട്, തൃഷ മാം ഉണ്ട്, സിമ്രനുണ്ട്, S.J. സൂര്യ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ട്രെയിലർ കണ്ടില്ല, ഇൻ കേസ് ഞാൻ മിസ് ചെയ്തായിരിക്കും. അങ്ങനെ വലിയൊരു താരനിരയായിട്ടാണ് വരുന്നത്. പ്രിയ വാര്യരുണ്ട്. പിന്നെ നമ്മുടെ കാർത്തികേയ, നമ്മുടെ സലാറിനകത്തൊക്കെയുള്ള കാർത്തികേയ, പുള്ളിക്കാരനാണ്, ആ പയ്യനാണെന്ന് തോന്നുന്നു മകനായിട്ട് അഭിനയിക്കുന്നത്. സോ കിടിലൻ ഒരു എൻ്റർടൈനർ തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു വിഷുവിന് തമിഴ് ഭാഗത്തു നിന്ന് വരുന്ന ഒരു കിടിലൻ എൻ്റർടൈനർ. നിങ്ങൾ ഈ ഒരു ട്രയൽ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.